രശ്മിയ വന്ന എനിക്ക് ഭ്രാന്താണ്. അവൾക്ക് വേറെ പണിയൊന്നുമില്ല. എപ്പോ നോക്കിയാലും അവൾക്ക് വേറെ മൂഡ് അവള്. ഒരു സുഖമില്ല. അടിപൊളി വെള്ളത്തിന്റെ ഒരു ഇതിന്റെ പറയുന്നവരുണ്ട്. പക്ഷെ എനിക്ക് പോസിറ്റീവ് ആയിട്ടാണ് തോന്നിയത്. നല്ല തേർഡ് പാർട്ട് ഇറങ്ങുന്നു പറയാണ്. പക്ഷെ വലിയ എക്സ്പെക്ടേഷൻ ഇല്ല. ലാഗ് മാത്രമേ ഉള്ളൂ. ഫസ്റ്റിന്റെ അത്ര ഇതില്ല. അത് കൊള്ളാം. അതല്ലേ ഫസ്റ്റിന്റെ അത്രയും ഹൈപ്പ് ഇല്ല. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സിനിമ തന്നെ. പിന്നെ ഫൈറ്റ് മാത്രം കുറച്ച് ഓവറായിപ്പോയെന്നേ ഉള്ളൂ. ചിരി നിർത്താൻ പറ്റുള്ള കോമഡി, വമ്പൻ കോമഡി. ചെന്ന് കയറിയാണ് നല്ല കോമഡി പടം. സൂപ്പർ കോമഡി പടം. സൂപ്പർ കോമഡി പടം. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, ഇന്റർവെൽ ബ്ലോക്ക് കൊള്ളാം. ബാക്കി നൈസ് പടം. കാണണം, എല്ലാരും കാണണം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അരെ ഒരുപാട് ഉണ്ട്, എല്ലാം പറയാൻ പറ്റൂല. കൊള്ളായിരുന്നു. എല്ലാ ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അല്ലു അർജുൻ ചെറിയൊരു ബോറിംഗ് ആയിരുന്നു, പക്ഷെ കൊള്ളായിരുന്നു. സെക്കൻഡ് പാർട്ട് കൊള്ളായിരുന്നു. ഫസ്റ്റ് പാർട്ട് ബോറിംഗ് ആയിരുന്നു, സെക്കൻഡ് പാർട്ട് കൊള്ളായിരുന്നു. നെഗറ്റീവ് അത്ര നെഗറ്റീവ് ഒന്നും ഇല്ല. അത് കാണാൻ നല്ലൊരു ഇതാണ്. ഈ എല്ലാവരും പറയുന്ന പോലെ അല്ലു അർജുൻ അത്ര വലിയ ഒരു ഇതൊന്നും ഇല്ല. കൊള്ളാം, നല്ല പടം. നല്ല പടമായിരുന്നു. കാരണം നല്ല എക്സ്പീരിയൻസ് ആണ്. കാണാത്തവർ പല നെഗറ്റീവും നല്ല ഫാസിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ ചുമ്മാ കണ്ടു. നമ്മൾ തിയേറ്ററിൽ വന്ന് കണ്ടാലേ നമുക്ക് പടത്തിനെ കുറിച്ച് നല്ല പറയാൻ പറ്റുള്ളൂ. നെഗറ്റീവ് പറയണവർ അത് അവരെ വിട്ടുകളയാ. നമ്മൾ മൂവി കാണാൻ എൻജോയ് ചെയ്യാം, അത്രേ ഉള്ളൂ. കാരണം അല്ലു അർജുൻ ആയാലും ഫഹദ് ഫാസിൽ ആയാലും വേറെ ലെവലാണ്. അവര് നെഗറ്റീവ് പറയുന്നവർ അവർ പറഞ്ഞോട്ടെ, പക്ഷെ മൂവി കണ്ട എനിക്ക് അതൊരു സൂപ്പർ വൈബ് തന്നെയായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പൊളിച്ചത്. വെറുതെ ടി വിയിൽ കാണുമ്പോൾ കിട്ടുന്നതല്ല. തിയേറ്റർ എക്സ്പീരിയൻസ് പൊളിയായിരുന്നു. ആവറേജ് മൂവി, കുഴപ്പമില്ല. വൺ ടൈം മാച്ചബിളാണ്. ചില ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായമായിരിക്കും. എനിക്ക് ഒരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നുന്നത്.